നമുക്ക് മായാമാളവ ഗൗള രാഗത്തിലുള്ള വരിശ ആരോഹണം മാത്രം കാരുവ ചേർത്ത് പാടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആരോഹണത്തിൽ ഫസ്റ്റ് എയിൽ എ മുതൽ ജി വരെയാണ് നമുക്ക് പാടേണ്ടത്. അതിൽ എയിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ നിഷാദമാണ് നീട്ടേണ്ടത്. അതുപോലെ തന്നെ ബിയിൽ സരിഗമ പധാനി സരിഗമ പധനിസ, അവിടെ ധൈവതമാണ് നീട്ടേണ്ടത്. സിയിൽ സരിഗമ പാധനി സരിഗമ പധനിസ, അവിടെ പഞ്ചമം നീട്ടണം. അതുപോലെ ഡിയിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ മധ്യമമാണ് നീട്ടേണ്ടത്. ഇയിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ ഗാന്ധാരമാണ് നീട്ടേണ്ടത്. എഫിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ ഋഷഭമാണ് നീട്ടേണ്ടത്. ലാസ്റ്റ് ജിയിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ ഷഡ്ജമാണ് നീട്ടേണ്ടത്. ഫസ്റ്റ് എയിൽ സരിഗമ പധനി സരിഗമ പധനിസ, അവിടെ നിഷാദം, ലാസ്റ്റ് നിഷാദമാണ് നീട്ടേണ്ടത്. നമുക്ക് എ മുതൽ ജി വരെയുള്ള ഒന്നാം കാലം കാരുവ ഒന്ന് പാടി നോക്കാം. സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ സാ രേ ഗ മ പ ധ നീ, സാ രേ ഗ മ പ ധ നീ, സാ. ഇതാണ് മായാമാളവ ഗൗള രാഗത്തിലുള്ള വരിശ കാരുവ ചേർത്ത് പാടുന്നതിൻ്റെ ഒന്നാം കാലം. ഇനി ഇതിൻ്റെ രണ്ടാം കാലം നമുക്കൊന്ന് പാടി നോക്കാം. സാ രേ ഗ മ പ ധ നീ, സാ രേ
ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ध नि सा सा रे ग म प ध नि सा रे ग म प ധ ni sa. അടുത്തതായിട്ട് കാരുവ ചേർത്ത് പാടുന്ന മൂന്നാം കാലം പാടി നോക്കാം. സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ സ രെ ഗ മ പ ധ ni സ രെ ഗ മ പ ധ ni സ. അടുത്തതായിട്ട് കാരുവ ചേർത്ത് പാടുന്ന ഈ വരിശയുടെ നാലാം കാലം നമുക്ക് സ്പീഡിലൊന്ന് പാടി നോക്കാം. സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ സാരി ഗ മ പദ നി സരി ഗ മ പദ നി സ.